ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, തൊടുപുഴ വെള്ളിയാമറ്റത്തെ കർഷകനായ ശ്രീ ബിജു പോൾ അരീപ്പറമ്പിൽ സമ്മിശ്ര കൃഷിയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ER അനുരാജ്. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് തൊടുപുഴ നഗരത്തിൽ നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള വെള്ളിയാമറ്റം എന്ന കാർഷിക ഗ്രാമത്തിലാണ്. വെള്ളിയാമറ്റത്തെ സമ്മിശ്ര കർഷകനായ അരീപ്പറമ്പിൽ ബിജു പോളാണ് ഇന്ന് തൻ്റെ കാർഷിക അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടന് ഏതൊക്കെ തരത്തിലുള്ള കാർഷിക വിളകളാണ് ഉള്ളത്? എനിക്ക് റബ്ബർ കൃഷിയുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്, കമുകുണ്ട്, കപ്പ കൃഷിയുണ്ട്, ജാതി കൃഷിയുണ്ട്. പരമ്പരാഗതമായി റബ്ബർ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ വെള്ളിയാമറ്റം. ഈ റബ്ബർ കൃഷി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലാഭകരമാണോ? എന്താണ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ? റബ്ബർ കൃഷി ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ 180 രൂപയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടാപ്പ് ചെയ്യുന്ന ആൾക്കും കൂടെ കൊടുത്താൽ ഒരു അത്യാവശ്യമായ രീതിയിൽ ഒന്ന് കടന്നു പോകാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ആവറേജ് വില എന്ന് പറയുന്നത് ഒരു 130-35 എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ടാപ്പിംഗ് തൊഴിലാളിക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ഇത് റബ്ബർ വെച്ച് പിടിപ്പിച്ച ആൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. അതൊരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകാനായിട്ട് ഉപകരിക്കുന്നില്ല. മുൻപ് തൊടുപുഴ മേഖലയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണല്ലോ വെള്ളിയാമറ്റം. ഇപ്പോഴത്തെ കർഷകർ ഈ റബ്ബർ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ കാരണം? ഇപ്പം മുൻപ് പറഞ്ഞ പോലെയുള്ള വിലയിലെ അന്തരമാണോ പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദനം കിട്ടുന്ന മീനച്ചി താലൂക്ക് കഴിഞ്ഞാൽ പിന്നെയുള്ളത് തൊടുപുഴ താലൂക്കിലെ ഈ അറക്കുളം വെള്ളിയാമറ്റം ഏരിയ ആയിരുന്നു ഏറ്റവും കൂടുതൽ പാല് കിട്ടിക്കൊണ്ടിരുന്നൊരു ഏരിയ. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ മാറിയതുകൊണ്ട് പാല് വീഴുന്നില്ല, പഴയ തണുപ്പില്ല, മഴ കുറവ്, ഇതൊക്കെ മൂലം പാലുൽപാദനം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടാപ്പിങ്ങുകാർ ശരിയായ രീതിയിൽ ടാപ്പിംഗ് അറിയാവുന്ന ടാപ്പിങ്ങുകാരില്ലാത്തതും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നെൽകൃഷി ഉൾപ്പെടെയുള്ള ചില വിളകൾക്ക് ഈ തൊഴിലാളികളെ ലഭിക്കാത്തത് മൂലം കൃഷി അവസാനിപ്പിക്കേണ്ടി വന്ന ഒരവസ്ഥ നെൽകർഷകർക്കുണ്ട്. അതുപോലെ തന്നെ ഈ റബ്ബർ കർഷകരെ അത്തരത്തിലുള്ള തൊഴിലാളികളുടെ ക്ഷാമം ബാധിച്ചിട്ടുണ്ടോ? തൊഴിലാളികളുടെ ക്ഷാമം നന്നായിട്ടുണ്ട്. തനിയെ ഈ നെല്ല് കൊയ്തെടുക്കാനും കണ്ടം കൃഷി നടത്തുവാനും ഒന്നും നമ്മളെ കൃഷിക്കാരെ കൊണ്ട് സാധിക്കില്ല. അത് തൊഴിലാളി ഇല്ലാതെ ടില്ലർ പൂട്ടാനും സമയത്ത് കൊയ്തെടുക്കാനും സമയത്ത് കാട് പറിക്കാനും സാധിക്കുന്നില്ല. അതുകൂടാതെ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടങ്ങളെല്ലാം തന്നെ മലയുടെ 2 മലകളുടെ അടിവാരത്തുള്ള ചതുപ്പ് പ്രദേശമാണ്. പാലക്കാട് പോലെയുള്ള മണൽ കൂടിയ മണ്ണല്ലാത്തത് കൊണ്ട് വലിയ മെഷീൻ കൊണ്ടുവന്നാൽ ഇവിടെ ഇറക്കി അത് താന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുമൂലം തൊഴിലാളി ഇല്ലാതെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എത്ര ഏക്കറിലാണ് നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എത്ര വർഷമായിട്ട് ഈ നെൽകൃഷി തുടരുന്നു? 1 ഏക്കർ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അവസാനമായപ്പോൾ ഞാനും എൻ്റെ പിതാവും ഭാര്യയും അമ്മയും കൂടെ കൂടി തന്നെ കൊയ്തെടുക്കേണ്ട ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ നെൽകൃഷി നടത്തണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു പോയത്. ഇടുക്കി ജില്ലയിലെ കാർഷിക രംഗത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വളരെ കൂടുതലാണല്ലോ. ഇപ്പോൾ വെള്ളിയാമറ്റം പോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ സേവനം ലഭിക്കുന്നുണ്ടോ? അതിഥി തൊഴിലാളികളുടെ സേവനം ഉണ്ടായിരുന്നു. അത് കൂടുതലും കെട്ടിട നിർമ്മാണ മേഖലകളിലായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് പേരൊക്കെ പശു വളർത്തൽ ഫാമുകളൊക്കെ തുടങ്ങിയത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു സഹായവും പിന്നെ കന്നാര കൃഷിക്കും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡിന് ശേഷം ഒത്തിരി പേര് ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തിരികെ പോയതായിട്ടും കാണുന്നുണ്ട്. റബ്ബറിനൊപ്പം നെല്ലും കപ്പ അതുപോലെ തന്നെ മറ്റ് ചില കൃഷികൾ കൂടി താങ്കൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കപ്പ കൃഷി എങ്ങനെയാണ്? ഈ ലാഭകരമാണോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ?
കപ്പകൃഷി ലാഭകരമാണ്, പക്ഷേ കൃത്യമായ സമയത്ത് നമുക്ക് ഇത് കപ്പ വാട്ടിയെടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് പച്ച കൊടുക്കേണ്ടി വരുമ്പോൾ വിപണിയിലെ മത്സരങ്ങൾ മൂലം വില ഒരുപാട് താന്നു പോകുന്നുണ്ട്. അതുകൂടാതെ ഇത് ഡ്രയറിൽ കൊണ്ടുപോയി ഉണങ്ങുമ്പോഴത്തേക്കും പണച്ചെലവ് കൂടുതലായിട്ട് വരുന്നുമുണ്ട്. ഏതിനം കപ്പയാണ് കൃഷി ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതി? ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടെ കൊട്ടാരം ചുള്ളി അല്ലെ കോട്ടയം ചുള്ളി ഇങ്ങനെയുള്ള കപ്പയാണ് ഉപയോഗിക്കുന്നത്. എത്ര മാസമാണ് ഈ കപ്പയ്ക്ക് വിളവെടുക്കാൻ വേണ്ട സമയം? അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൃഷി രീതികൾ ഏത് മാസം ആരംഭിക്കും, ഏത് മാസമാണ് ഇത് അവസാനിക്കുന്നത്? ഇതൊരു ഫെബ്രുവരി മാസത്തിലാണ് ഞങ്ങൾ ഈ കപ്പ നടുന്നത്. അതൊരു അടുത്ത ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഞങ്ങളത് വാട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും. പച്ച കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാനും കുറേ പച്ച കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ പിന്നീട് ഈ കാലാവസ്ഥ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ആരും കണ്ടം കൃഷികളൊന്നും ചെയ്യാതെ വന്നപ്പം വരമ്പുകളൊന്നും വേണ്ട രീതിയിൽ വെക്കാതെ വന്നപ്പോൾ വെള്ളം കയറി ഒഴുകാൻ തുടങ്ങിയപ്പോൾ അത് ചീഞ്ഞു പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഈ വേനൽക്കാലത്തുള്ള കൃഷിയിലേക്ക് മാറിയത്. കപ്പ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണങ്ങിയെടുക്കുന്നതിന് ഡ്രയർ യൂണിറ്റുകൾ ആരംഭിച്ച ഒരു സ്ഥലമാണ് വെള്ളിയാമറ്റം. താങ്കളുടെ പ്രദേശത്ത് അങ്ങനെ ഡ്രയർ യൂണിറ്റുകളുണ്ടോ? എത്ര രൂപയാണ് 1 കിലോ പച്ച കപ്പ ഉണക്കിയെടുക്കുന്നതിന് അവർ ഈടാക്കുന്നത്? ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഒരു 3 ഡ്രയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡ്രയറിൽ ഒരു കിലോ പച്ചക്കപ്പയ്ക്ക് 12 രൂപയാണ് ഉണങ്ങിയെടുക്കാനായിട്ട് അവർ വാങ്ങുന്ന തുക. പാലാ സൈഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 15 രൂപയും 16 രൂപയുമാണ്. ഇവിടെ ഞങ്ങൾക്ക് പരമാവധി കർഷകർക്ക് പ്രയോജനം കിട്ടേണ്ടത്ത രീതിയിൽ കർഷകരായാലും വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരായതുകൊണ്ട് 12 രൂപയ്ക്കാണ് കർഷകരായിട്ടുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന ഡ്രയറുകളാണ്. അപ്പോൾ അതുകൊണ്ട് 12 രൂപയ്ക്കാണ് ഇവിടെ കൃഷി നടത്തുന്നത്. ഉണങ്ങിയ കപ്പ വിറ്റഴിക്കാറാണോ പതിവ്, അതോ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് മിച്ചമുള്ളവ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ കൂടുതലും പാറയിലൊക്കെ ഇട്ട് ഉണങ്ങുന്ന കപ്പയാണ് ഇച്ചിരി ഡിമാൻഡ് ഉള്ളത്. ഡ്രയറിൽ ഉണങ്ങുമ്പോൾ കളറൊക്കെ ഉണ്ടെങ്കിൽ പോലും വേകാനുള്ളൊരു താമസമുണ്ട് എന്നും പറഞ്ഞ് ആൾക്കാർക്ക് അതിനോട് അത്രയൊരു താല്പര്യമില്ല. എന്നിരുന്നാലും കണ്ടാൽ നല്ല കളറും ഒക്കെ ഉള്ളത് കൊണ്ട് കയറ്റുമതിക്കുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും കുറച്ചൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും. പക്ഷേ എന്നാലും പാറയിലിടുന്ന കപ്പയ്ക്കാണ് കൂടുതലും ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ. കപ്പയും നെല്ലും റബ്ബറും അല്ലാതെ മറ്റെന്തെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത് നിലവിൽ ഞാനൊരു 5 ഏക്കർ സ്ഥലത്ത് തേക്ക് കൃഷി നടത്തുന്നുണ്ട്. അത് റബ്ബർ പ്ലാന്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ടാപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇല്ലെന്നായി കഴിഞ്ഞപ്പോൾ ഞാനത് സ്ലോട്ടർ പോലും വെട്ടാതെ കൊണ്ട് മറിച്ചിട്ട് ഞാൻ തേക്ക് കൃഷി നടത്തുകയാണ് ചെയ്തത്. ആൾക്കാർ കുറഞ്ഞതുകൊണ്ട് ആൾക്കാർ തീ കയറി വരുന്നത് കൊണ്ട് റബ്ബറിനെ ഈ തീ ബാധിക്കുന്നത് കൊണ്ടും ഞാൻ തേക്ക് കൃഷിയിലേക്ക് മാറിയത്. എവിടെയാണ് ഈ തേക്ക് കൃഷി ചെയ്യുന്ന സ്ഥലമുള്ളത്? ഈ തേക്ക് കൃഷിക്ക് അനുയോജ്യമായ ഒരു ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണോ ആ പ്രദേശത്തുള്ളത്? ഞാനിങ്ങനെ തേക്ക് കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു കൃഷി ഓഫീസറുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടു. അപ്പം കൃഷി ഓഫീസർ പറഞ്ഞു ഏറ്റവും വേണ്ടത് നീർവാലിച്ചയുള്ള സ്ഥലവും നല്ല സൂര്യപ്രകാശവും വേണ്ട സ്ഥലമാണ് തേക്ക് കൃഷിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നിലമ്പൂർ തേക്ക് വെക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ല കാതലും ഒക്കെ ഉള്ളത് അതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ തട്ടുതട്ടായി കിടക്കുന്ന നീലൂരാണ് എനിക്ക് ഈ സ്ഥലമുള്ളത് 5 ഏക്കർ. അവിടെ തേക്ക് കൃഷി നടത്തിയത്. അവർ പറഞ്ഞത് ഒരു 7 അടി ഒക്കെ അകലത്തിൽ വെക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ ആ റബ്ബറിൻ്റെ വെച്ചതിൻ്റെ ഏകദേശം അനുസരിച്ച് ഒരു 11 അടിയൊക്കെ വെച്ചാണ് വെച്ചത്. റബ്ബർ വെക്കുന്നത് 16 ഒക്കെ ആണെങ്കിലും ഞാനൊരു 11 അടിയൊക്കെ അകലത്തിൽ ആ കയ്യാലയുടെ രീതി അനുസരിച്ച് അതങ്ങ് വെച്ചു. തേക്ക് കൃഷി നമ്മുടെ ജില്ലയിൽ വളരെ അപൂർവമാണല്ലോ. ഈ തേക്ക് കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ്? അതിനെന്തൊക്കെ പ്രതിവിധികൾ ചെയ്യുന്നു? അതോടൊപ്പം തന്നെ ഈ തേക്ക് കൃഷിക്ക് മറ്റ് കൃഷികൾക്കുള്ളതുപോലെ വളപ്രയോഗത്തിൻ്റെ ആവശ്യമുണ്ടോ? വളപ്രയോഗം ചെയ്തില്ലെങ്കിൽ തേക്ക് കൃഷി കയറി വരില്ല. എല്ലാവർക്കും കൊണ്ടേ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേക്ക് കയറി വന്നോളും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. തേക്ക് കൃഷിക്ക് തുടക്കത്തിൽ നല്ലൊരു പണം മുടക്കുണ്ട്. ആദ്യമേ ഞാൻ പ്ലാറ്റ്ഫോം വെട്ടി കുഴിയെടുത്ത് കൂടെ തൈയാണ് ഞാൻ വെച്ചത്. ഒരു തൈക്ക് 22 രൂപ മുടക്കി തൈ മേടിച്ച് വെച്ച് അതിനുശേഷം ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ഇട്ടാണ് ഞാനിത് നട്ടത്. അതിനുശേഷം ഒരു തൈ വളർന്നു വരാൻ തുടങ്ങിയാൽ 1 അടി പൊക്കം ആകുമ്പോൾ മുതൽ പുഴുവിൻ്റെ ശല്യം തുടങ്ങും. അത് ഒരാഴ്ചയിൽ ഒന്നെങ്കിലും പോയി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വട്ടം ഒടിച്ചു കളയും, ആ നാമ്പിക്കൂടെ കയറി. അതുകൊണ്ട് അത് കൃത്യമായിട്ടും അതിൻ്റെ ചുവട്ടിൽ വിഷമടിക്കുകയും അതുകൂടാതെ ചുവട് പള്ളയൊന്നും വരാതെ കൊണ്ട് തെളിച്ചിടുകയും ചെയ്യണം ആദ്യത്തെ ഒരു 2 വർഷത്തേക്ക്. അതിനുശേഷം പിന്നീട് ഒരു കാരണവശാലും തേക്കയിൽ വള്ളികളോ ഒന്നും കയറാനോ ഒരു ചവറ് പോലും തണ്ടയിൽ മൂടാനോ ഒന്നും അനുവദിക്കരുത്. അതുപോലെ വേനലാകുമ്പോൾ ചപ്പ് വെട്ടി തൈ ആയിരിക്കുമ്പോൾ മൂടുകയും ചെയ്യണം.
ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ രാസവളമായിട്ട് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടംപോസാണ്. ഫോസ്ഫറസ് കലർന്ന വളമാണ് ഇടേണ്ടതെന്ന് എന്നോട് കൃഷി ഓഫീസർ പറഞ്ഞതുകൊണ്ട് ഫോസ്ഫറസ് കലർന്ന വളം ഞാൻ ഇടാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ തേക്ക് ഒരു 4 വർഷത്തോളമായി. 4 വർഷമായപ്പം 28 ഇഞ്ച് വരെ വണ്ണം ഉള്ളതുകൊണ്ട്, എന്നാൽ ആവറേജ് ഒരു 18 ഇഞ്ച് 16 ഇഞ്ച് ആ തോതിൽ ആവറേജ് വണ്ണം ഉണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ റബ്ബർ തൈ നടുമ്പോൾ ഇടവേളയായി പൈനാപ്പിൾ പോലുള്ള കൃഷി ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ഈ തേക്ക് തൈ നട്ട സമയത്ത് ഇതിന് ഇടവേളയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൃഷി അനുവർത്തിച്ചിരുന്നോ? ഈ മലയിഞ്ചി കൃഷി നടത്താം എന്ന് പറഞ്ഞ്, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു മലയിഞ്ചി കൃഷി നടത്തിയാൽ, അതിൻ്റെ ഇടയ്ക്ക് നടത്തിയാൽ തേക്ക് വളരാനായിട്ട് സമയമെടുക്കും, തേക്ക് മുരടിച്ച് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാൽ ഞാൻ എൻ്റെ ഒരു തൊട്ട് അയലോക്കത്തുള്ള ഒരു സുഹൃത്തിന് ഇത് വാഴ വെക്കാനായിട്ട് കൊടുത്തു. ഏത്തവാഴ വെച്ചു. ഏത്തവാഴ ആയാലും ഞാൻ തേക്കിനോട് അടുപ്പിച്ചൊന്നും വെക്കാനായിട്ട് അനുവദിച്ചില്ല. ഈ 2 തേക്കുകളുടെ നടുക്ക് മാത്രമായിട്ട് ഓരോ ലൈനും വെച്ച് പൊക്കോളാൻ പറഞ്ഞു. അതും നല്ല അകലം പാലിപ്പിച്ച് തന്നെ വെക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ തേക്ക് വെച്ചത്. അതുകൊണ്ട് ഒറ്റ വർഷത്തേക്ക് മാത്രമേ കൊടുത്തുള്ളൂ. പിറ്റത്തെ വർഷമായപ്പോഴത്തേക്കും തേക്ക് ഏതാണ്ട് 2 ആൾ പൊക്കത്തോളം ഉയർന്നു. അതുമൂലം ഈ വാഴ കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ എരമ്പുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ തന്നെ ഒറ്റ വർഷത്തേക്കേ കൊടുത്തുള്ളൂ. ബാക്കിയുള്ള വാഴകളൊന്നും എല്ലാം വെട്ടി നശിപ്പിച്ച് കളഞ്ഞു വാഴക്കുഞ്ഞുങ്ങൾ. ഗുണമേന്മയുള്ള ഗുണനിലവാരമുള്ള തേക്കിൻ തൈകൾ നമ്മുടെ ജില്ലയിൽ ലഭ്യമാണോ? അതെവിടെ നിന്നാണ് താങ്കൾ എത്തിച്ചത്? ഞാൻ വാങ്ങിയത് സർക്കാരിൻ്റെ തന്നെ ഇവിടെ കൊടയത്തൂർ ഒരു നഴ്സറി ഉണ്ട്, വനം വകുപ്പിൻ്റെ തന്നെ. അവിടെ നിന്നാണ് ഞാൻ തൈകൾ എടുത്തത്. അതുകൂടാതെ പാഴ് പോക്കാനൊക്കെ ആയിട്ട് മറ്റ് അടുത്തുള്ള നഴ്സറികളിൽ നിന്നൊക്കെ എടുത്തായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട് കണ്ടത് നിലമ്പൂർ തേക്ക് തന്നെയാണ്. നല്ല ഉയരത്തിലും ഏരം വീശിയായിട്ടും വളരുന്നതായിട്ട് കണ്ടത്. ഇവിടെയുള്ള നാടൻ തേക്കുകൾ എന്നാൽ കണ്ടമാനം വള്ളി കെട്ടേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും കൂടുതലും ഞാൻ നിലമ്പൂർ തേക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. 1 ഏക്കർ കൃഷിയിടത്തിൽ എത്ര തേക്കിൻ തൈ നടാൻ കഴിയും? തേക്ക് കൃഷി ചെയ്യാൻ സർക്കാർ പറയുന്ന, അല്ലെങ്കിൽ വനം വകുപ്പ് പറയുന്നത്, ഒരു 7 അടി അകലത്തിലാണ് തേക്ക് കൃഷി ആദ്യം തുടങ്ങേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മോശമായി പോകുന്നതും മുരടിച്ചു പോകുന്നതുമായ തൈകളും വെട്ടിമാറ്റി കളയുക എന്നുള്ളൊരു നിഗമനത്തിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ലായിരുന്നത് കൊണ്ട് ഞാൻ ഈ 11 അടിയും 10 അടിയൊക്കെ അകലത്തിലാണ് ഞാൻ നട്ടത്. പക്ഷേ ഇപ്പോഴാണ് പയ്യെ കൂട്ടിമുട്ടാനായിട്ട് തുടങ്ങിയത്. പക്ഷേ മറ്റേത് ഒരു 7 അടി അകലത്തിലാണെങ്കിൽ 3-ാം വർഷം കൂട്ടിമുട്ടാൻ തുടങ്ങും. ഇതായപ്പോൾ ഒരു 4 വർഷം ആയപ്പോഴത്തേക്കുമാണ് ഈ തേക്കുകൾ തമ്മിൽ ഏരങ്ങൾ കൂട്ടിമുട്ടാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് വളർച്ചയിൽ ഇച്ചിരി കൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേ കാറ്റടിക്കുമ്പോൾ ഇത് ചാഞ്ഞു പോയി മറ്റേ തേക്കേൽ മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ അടുപ്പിച്ച് വെക്കാനായിട്ടും പറയുന്നത്. ഈ തേക്കിൻ തൈ നട്ട് ഇപ്പോൾ 4 വർഷമായി എന്ന് പറഞ്ഞല്ലോ. എത്ര വർഷം കൊണ്ടാണ് തേക്ക് പൂർണ്ണ ആദായത്തിലെത്തുന്നത്? അത് എത്ര ഇഞ്ച് വണ്ണം വരുമ്പോഴാണ് അത് മുറിച്ചെടുക്കുന്നത്? ഒരു 4 വർഷമായി കഴിയുമ്പോൾ ചെറുതായി പോയ തേക്കുകളെല്ലാം തന്നെ വെട്ടിമാറ്റും. അതിനുശേഷം ഒരു 10-ാം വർഷം അതിനകത്തെ കരുത്തുള്ള തേക്കുകൾ മാത്രം നിർത്തി ബാക്കിയുള്ളത് കിഴക്കായിട്ട് വെട്ടിക്കൊടുക്കാനാണ് എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു 15 വർഷമാകുമ്പോൾ ഏതാണ്ട് 60 ഇഞ്ചോളം വണ്ണം വരുമെന്നാണ് അവർ പറയുന്നത്. എല്ലാ തേക്കുകളും വരുന്നില്ലെങ്കിലും 60 ഇഞ്ച് ആകുമ്പോഴത്തേക്കും തേക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനുശേഷവും 25 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും വരെ തേക്കുകൾ നിന്നോളും. അതൊരു 100 ഇഞ്ചൊക്കെ വണ്ണത്തിലേക്ക് വരും. 100 ഇഞ്ചൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു തേക്കിന് തന്നെ നല്ല വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയോളം ഒരു തേക്കിന് വില വരും.
ഇവിടെ ഈ വെള്ളിയാമറ്റം പോലുള്ള കാർഷിക പ്രദേശത്ത് തേക്ക് കൃഷി ചേട്ടൻ മാത്രമാണോ ചെയ്യുന്നത്? മറ്റാരെങ്കിലും തേക്ക് കൃഷി ചെയ്തിട്ടുണ്ടോ? ചേട്ടൻ അങ്ങനെയുള്ള തോട്ടങ്ങൾ പോയി സന്ദർശിച്ചിട്ടുണ്ടോ മുൻപ്? തേക്ക് കൃഷി ചെയ്ത തോട്ടങ്ങൾ ഞാൻ ഈ വെള്ളിയാമറ്റത്ത് അങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും 10ഉം 20ഉം 25ഉം ഒക്കെ സെൻറ്റിൽ നടത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്തിനടുത്ത് ചേട്ടൻ ഒരു 20 സെൻറ്റ് സ്ഥലത്ത് കുറച്ച് തേക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതൊരു 10-50 ഇഞ്ചോളം വണ്ണമായ തേക്കുകളാണ് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഈ അതിനോട് ചേർന്ന് തന്നെയായിരുന്നു എൻ്റെ ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ തേക്കിൻ്റെ വളർച്ച കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വലിയ പാറയുടെ താഴെ ഭാഗത്തായിട്ടാണ് ഈ വരുന്നത്. അപ്പം പാറ വെന്ത് വരുന്ന വെള്ളം ഈ സ്ഥലത്തൂടെയാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വളർച്ച ആ തേക്കിന് കണ്ടതുകൊണ്ടാണ് ഞാനും ആ തേക്ക് അവിടെ കൃഷി ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കാരണം. നെല്ല്, റബ്ബർ, തേക്ക്, അതോടൊപ്പം തന്നെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്, കമുകുണ്ട്. ഈ കമുക് എത്ര വർഷമായിട്ട് കമുക് കൃഷിയുണ്ട്? ഏതിനം കമുകാണ് കൃഷി ചെയ്തിരിക്കുന്നത്? മംഗളയുണ്ട്, കാസർഗോഡിന്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എത്ര വർഷമായ കമുകുകളാണ് ഇത്? ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ടോ? ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ല, 2 വർഷമായതേ ഉള്ളൂ. നനയ്ക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ തെങ്ങ് കൃഷിയൊക്കെ വളരെയേറെ രോഗങ്ങൾ ബാധിച്ച തെങ്ങ് നശിക്കുന്ന ഒരവസ്ഥ വന്നു. അതേപോലെ ഈ കമുകിന് ഏതെങ്കിലും തരത്തിൽ രോഗബാധ ഈ പ്രദേശത്തുണ്ടോ? അതിന് എന്തൊക്കെയാണ് പ്രതിവിധിയായിട്ട് ചെയ്യുന്നത്? തൈ ആയിരിക്കുമ്പോൾ ഈ കൂമ്പ് കുറുകിയൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ പാഴ് മാറ്റി വെക്കുന്നു എന്നല്ലാതെ മറ്റ് കേടുകളെക്കുറിച്ച്, പിന്നെ ഈ മഞ്ഞളിപ്പ് രോഗം കാണുന്നുണ്ട് അടുത്തുള്ള തോട്ടത്തിനൊക്കെ, അല്ലാതെ ഒരു കേട് കാണുന്നതായിട്ട് തോന്നുന്നില്ല. എത്ര വർഷം കൊണ്ടാണ് ഒരു കമുക് പൂർണ്ണ ഉൽപ്പാദന ശേഷി കൈവരിക്കുന്നത്? പെട്ടെന്ന് ഉൽപ്പാദനമുള്ള ഹൈബ്രിഡ് ഇനമാണെങ്കിൽ, മംഗള പോലെയും ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു 4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പരിപാലിച്ചാൽ ആദായത്തിലോട്ട് വന്നു തുടങ്ങും. അല്ലാത്തത് ഒരു 7 വർഷമെങ്കിലും ആയും നല്ല ആദായത്തിലോട്ട് കയറി വരാനായിട്ട്. 6-7 ആ ഒരു രീതിയിലാണ് കാണുന്നത്. കമുക് കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളുടെ കാര്യം പറഞ്ഞു. ഇതിന് ഈ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാറുണ്ടോ കമുക് കൃഷിക്ക്? രാസവളം ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടംബോസ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ കോംപ്ലക്സ് വളവും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതൊരു പരിധി കൂടുതലൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാലും ചാണകപ്പൊടിയും കോഴിവളം ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. പക്ഷേ കോഴിവളത്തോട് എനിക്ക് അത്രയ്ക്കൊരു മതിപ്പില്ല. എന്നിരുന്നാലും ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ചാണകപ്പൊടിയാണ്. പിന്നെ ആട്ടിൻ കാഷ്ടമുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു വിളവിലേക്ക് ആകുന്നതിനെക്കുറിച്ചുള്ള ഒരു പരിചയം എനിക്ക് ആയിട്ടില്ല. അത് അടുത്തുള്ള തോട്ടങ്ങളൊക്കെ ആയി വരുന്നു കഴിയും. എല്ലാം തന്നെ തൈകളാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. എല്ലാ വിളകൾക്കും രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ. നിലവിൽ ജില്ലയിൽ രാസവളങ്ങളുടെ വിലവർധനവ് കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ചേട്ടനത് എങ്ങനെയാണ് ബാധിക്കുന്നത്? രാസവളങ്ങളുടെ വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് റബ്ബർ കൃഷിയെ ആയാലും തെങ്ങ് കൃഷിയെയും കമുക് കൃഷിയെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ആകെ വരുമാനത്തിൽ നിന്നാണ് അത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ ഈ റബ്ബറിന് ഉപയോഗിക്കുന്നതാണെങ്കിലും മണ്ണ് പരിശോധിച്ചിട്ടാണ് ഞാൻ വളമിടുന്നത്. ഇപ്പോൾ ഞാൻ റബ്ബർ കൃഷി തുടങ്ങി ഒരു 12ഓളം വർഷമായിട്ട് ഞാനൊരു തോട്ടത്തിൽ ഇതുപോലെ 3 വർഷം കൂടുമ്പോൾ തോട്ടത്തിൻ്റെ 12 സ്ഥലത്തുനിന്ന് മണ്ണ് 60 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് 30 സെൻറ്റിമീറ്റർ വരെയുള്ളതും 60 സെൻറ്റിമീറ്റർ വരെയുള്ളതും രണ്ടായിട്ട് ശേഖരിച്ച് അത് തണലത്തിട്ട് ഉണങ്ങിയെടുത്ത് അതുകൊണ്ടുപോയി മൂവാറ്റുപുഴ റബ്ബർ ബോർഡിൻ്റെ മണ്ണ് പരിശോധിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി. അതനുസരിച്ചാണ് ഞാൻ വളപ്രയോഗം നടത്തുന്നത്. അതുകൊണ്ട് മറ്റു വളങ്ങളൊക്കെ എനിക്ക് പല കേടും, ഞാൻ ആ തോട്ടം മേടിച്ചതായിരുന്നു. ആ തോട്ടത്തിന് പല ചീക്ക് കേടും മറ്റ് കേടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ മണ്ണ് പരിശോധിച്ച് വളമിട്ടേ പിന്നെ അതിൻ്റെ ശരിയായ ഘടകങ്ങൾ ഇടാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ആ കേട് വളരെ കുറഞ്ഞ് കിട്ടി. പിന്നെ ഞാൻ മൈക്രോൺ ഉപയോഗിച്ച് തുരിശടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇല പിടിച്ചു നിർത്താനും പറ്റുന്നുണ്ട്. ചേട്ടൻ്റെ കാർഷിക വിളകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ കാലിവളം ഉൾപ്പെടെയുള്ളവ പ്രയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സ്വന്തമായി പശു വളർത്തൽ ഉണ്ടോ? സ്വന്തമായി പശു വളർത്തൽ എനിക്ക് ഇപ്പോഴില്ല. നേരത്തെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വാടകയ്ക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് എനിക്കിപ്പോൾ പശു വളർത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ പാല് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരവസ്ഥയാണ്. എന്നിരുന്നാലും അടുത്തുള്ള വീടുകളിൽ നിന്ന് ഞാൻ ചാണകപ്പൊടിയും ഒരു പ്രാവശ്യം മാത്രം കോഴിവളവും ഇട്ട് നോക്കിയിട്ടുണ്ട്. അതിലും എനിക്ക് തോന്നിയത് ചാണകപ്പൊടിയും ആട്ടും കാഷ്ടമൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് റബ്ബറിനായാലും തെങ്ങിനായാലും കാണുന്നത്. നിലവിൽ ചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായ കൃഷി ഏതാണ്? അതായത് കൃഷി ചെലവുകൾ കുറവും അതുപോലെ തന്നെ പണി കുറവുള്ളതുമായ കാർഷിക വിള ഏതാണ് നിലവിൽ ഇപ്പോഴുള്ളതിൽ? ഇപ്പോൾ ഉള്ളതിൽ ഞാൻ നോക്കിയിട്ട് തേക്ക് കൃഷി തന്നെയാണ് ഒരല്പം കൂടെ പണി കുറവ് എന്നെനിക്ക് തോന്നുന്നു. ആദ്യത്തെ ഒരു 2 വർഷത്തേക്ക് നല്ല പണിയുണ്ട്, വലിച്ചു കെട്ടണം,
പുഴു നോക്കണം, മരുന്ന് ഇല പുഴു അരിക്കാതെ മരുന്നടിക്കണം. എന്നിരുന്നാൽ പോലും ഒരു 4 വർഷം വരെ ആയി കഴിഞ്ഞാൽ ഈ തേക്കിൻ്റെ ഇല വീണായാലും പള്ള മുളയ്ക്കുന്നതും കുറവുണ്ട്. അതൊന്ന് മെഷീന് 2 പ്രാവശ്യം അടിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് വളവുമാണ്. എന്നാൽ ഈ റബ്ബർ കൃഷി പോലെ അത്രത്തോളം ചീക്കുകേട് നോക്കാനും ഒക്കെ ആയിട്ട് പോകേണ്ട ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തേക്ക് കൃഷി ലാഭകരമാണെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിൻ്റെ ആദായത്തിലേക്കൊന്നും എനിക്ക് കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒരു പൊതുവേ ഞാൻ നോക്കിയിട്ട് അതിന് പറ്റിയ മണ്ണും സ്ഥലവുമാണെങ്കിൽ തേക്ക് കൃഷി വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള റബ്ബറും തെങ്ങും ഒക്കെ എന്ന് പറയുന്നത് തെങ്ങ് കയറുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ മെഷീൻ ഉപയോഗിച്ചാണ് അത് കയറുന്നതും അതിന് വളപ്രയോഗം നടത്തുന്നതും ഞാനും എൻ്റെ വൈഫും ഒക്കെ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പരിധിവരെ ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരൊക്കെ ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യാറുണ്ടോ? കൂടുതലായിട്ടും സഹായം ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. വൈഫ് വീട്ടിലെ പണികൾ കഴിഞ്ഞാൽ എൻ്റെ കൂടൊപ്പം തന്നെ റബ്ബർ പാലെടുക്കാനായിട്ട് വരും. ഞാൻ രാവിലെ ആയിട്ട് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വൈഫ് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാലെടുക്കാനായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കലുള്ള ടാപ്പിംഗാണ് നടത്തുന്നത്. അതുമൂലം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് 3 മണി 2:30 ആകുമ്പോഴാണ് ഞാൻ പാലെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാൽ കൂടുതൽ വരുന്ന ആഴ്ചയിലൊന്ന് വെട്ടുന്നത് കൊണ്ടും മരുന്ന് തേച്ച് വെട്ടുന്നത് കൊണ്ടും എനിക്ക് പാൽ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് തീർക്കാൻ വേണ്ടി ഞാനും വൈഫും കൂടിയാണ് പാലെടുക്കുന്നത്. പിന്നീട് കുട്ടികൾ ഷീറ്റൊക്കെ ഉണങ്ങാനും പുകപ്പര കയറ്റാനും ഒക്കെ ഷീറ്റ് അടിക്കാനും ഡിഷ് കഴുകാനും ഒക്കെ മക്കൾ കൂടും. പിന്നെ അപ്പനും അമ്മയും കൂടുമായിരുന്നു. ഇപ്പം വൈഫിൻ്റെ അപ്പന് തീരെ വയ്യാത്തത് കൊണ്ട് അമ്മ അത്രയ്ക്കും കൂടുന്നില്ല. എന്നിരുന്നാലും ബാക്കി എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട്. ബിജു ചേട്ടൻ്റെ സമ്മിശ്ര കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. തൊടുപുഴ വെള്ളിയാമറ്റത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബിജു പോൾ അരീപ്പറമ്പിലുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ER അനുരാജ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. ഔഷധ ഗുണമേറും ദശപുഷ്പങ്ങൾ. കേരളത്തിൻ്റേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു കൂട്ടം ഔഷധ ചെടിയാണ് ദശപുഷ്പങ്ങൾ. ഇന്ത്യയിൽ മറ്റിടങ്ങളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നുവെങ്കിലും ദശപുഷ്പങ്ങൾ എന്ന പേരിൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ദശപുഷ്പങ്ങളെ ഔഷധങ്ങളായി മാത്രമല്ല ചില ആചാരങ്ങളുടെ ഭാഗമായും കേരളീയർ പരിഗണിച്ചിരുന്നു. കർക്കിടക മാസത്തിൽ ശീവോതി വയ്ക്കുക എന്നൊരു സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു. ദശപുഷ്പങ്ങൾ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കുമായി ഉപയോഗിച്ചിരുന്ന ഒരാചാരമായിരുന്നു അത്. പണ്ടുകാലത്ത് ദശപുഷ്പങ്ങളെ സ്ത്രീകൾ തലയിൽ ചൂടിയിരുന്നു. ഇവയെ ഐശ്വര്യദായകങ്ങളായാണ് കേരളീയർ കരുതിയിട്ടുള്ളത്. വിഷവൈദ്യത്തിലും പൂജാതി കർമ്മങ്ങളിലും ധാരാളമായി ഇവയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും വീടിനു ചുറ്റും ദശപുഷ്പങ്ങളെ നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 10 വിധത്തിലുള്ള ഔഷധ സസ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കറുക, സൈനഡോൺ ഡാഗ്ഡൈലോൺ എന്ന ശാസ്ത്രനാമമുള്ള ഈ പുല്ലിനം ഇന്ത്യയൊട്ടുക്ക് ധാരാളമായി കണ്ടുവരുന്നു. ത്വക്ക് രോഗങ്ങൾ, വ്രണം, രക്തസ്രാവം തുടങ്ങിയ അവസ്ഥകളിൽ ഇത് വളരെ വിശേഷപ്പെട്ട ഒരൗഷധം കൂടിയാണ്. കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി. ഇരുണ്ട നിറത്തിൽ തണ്ടുകളോട് കൂടിയ ഈ ചെറു സസ്യത്തിൻ്റെ ശാസ്ത്രനാമം എക്ലിപ്റ്റ ആൽബ എന്നാണ്. വളരെ സുപരിചിതമായ ഇത് മുടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി വളരുന്നതിനും ധാരാളമായി ഉപയോഗിക്കുന്നു. ഉഴിഞ്ഞ. വയലരികിലും ചതുപ്പു നിലങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഇത് നീർപിടുത്തം അകറ്റുന്നതിനും മുടി വളരുന്നതിനും മൂത്രത്തിലെ കല്ലിൻ്റെ അസുഖം ശമിപ്പിക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതാണ്. ചെറുവുള അഥവാ ചെറുള. ഏർവ ലെനേറ്റ എന്ന് പേരുള്ള ഈ ചെറുസസ്യം മൂത്രാശയ രോഗങ്ങൾക്കും പനി, കഫക്കെട്ട് എന്നിവയ്ക്കും വളരെ ശ്രേഷ്ഠമായ ഒരൗഷധമാണ്. തിരുതാളി. എപ്പോമിയ സെപ്പിയേറിയ എന്ന ശാസ്ത്രനാമത്തോടു കൂടിയ ഇത് ഒരു വള്ളിച്ചെടിയാണ്. തോടുകളുടെയും നീരരുവികളുടെയും പാർശ്വങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു.
പൂവാങ്കുരുന്നില. വെർണോണിയ സിനേറിയ എന്ന ശാസ്ത്രനാമമുള്ള ഇത് പനിക്കും ജലദോഷം, ചുമ എന്നിവയ്ക്കും കൈക്കൊണ്ട ഒരൗഷധമാണ്. മുക്കുറ്റി. ഔഷധ രൂപേണയല്ലാതെ പൂജാതി കർമ്മങ്ങളിലും ഈ ചെടി ധാരാളമായി ഉപയോഗിക്കുന്നു. തൊണ്ടവേദന, നീർപിടുത്തം, ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങൾക്ക് അഗ്രഗണ്യമായ ഇതിൻ്റെ ശാസ്ത്രനാമം ബയോഫൈറ്റം സെൻസിറ്റൈവം എന്നാണ്. നിലപ്പന. പ്രധാനമായും കിഴങ്ങ് ഔഷധ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരപുഷ്ടിക്കും ഇത് ശ്രേഷ്ഠമാണ്. കുർക്കുലിഗോ ഓർക്കിയോയിഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. മുയൽ ചെവിയൻ. ടോൺസിലൈറ്റിസിനും ജലദോഷത്തിനും പനിക്കും വളരെയധികം ഫലപ്രദമായ ഒരു സസ്യമാണിത്. മഴക്കാലത്ത് ധാരാളമായി കാണപ്പെടുന്നു. എമീലിയ സോഞ്ചിഭോളിയ എന്നാണിതിൻ്റെ ശാസ്ത്രനാമം. വിഷ്ണുക്രാന്തി. ഇവോൾവുലസ് അൽസിനോയിഡസ് എന്ന ശാസ്ത്രനാമമുള്ള ഇത് തറയിൽ പടർന്നു വളരുന്ന ഒരു ചെടിയാണ്. അത്ര സാധാരണമായി കണ്ടുവരാത്ത ഈ ചെടി വിട്ടുമാറാത്ത പനി, ജലദോഷം തുടങ്ങിയവയ്ക്ക് ശ്രേഷ്ഠമാണ്. മുമ്പ് പറഞ്ഞ 10 ഔഷധങ്ങൾക്കും വെവ്വേറെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദശപുഷ്പം എന്ന ഔഷധയോഗത്തിന് ഇതുകൂടാതെ മറ്റു ഗുണങ്ങളും ഉണ്ട്. പ്രധാനമായും കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവയ്ക്കും ഇവ ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ ആയുർവേദ വൈദ്യശാസ്ത്രത്തിന് കേരളത്തിൻ്റേതായ ഒരു ശ്രേഷ്ഠമായ സംഭാവനയാണ് ദശപുഷ്പങ്ങൾ എന്ന ഔഷധയോഗം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. भैया रे भैया, भैया रे भैया,